നമ്മൾ ആരും നമ്മുടെ കുറവുകളെ ഒന്നും അങ്ങനെ സമ്മതിക്കുകയല്ല. പക്ഷെ യേശു പറയാണ്, ഈ സുവിശേഷമാണ് രൂപാന്തരപ്പെടുന്നത്. അപ്പൊ നീ പാപം ചെയ്തു, നിനക്ക് ഭയങ്കര കുഴപ്പമുള്ള ആളെന്ന് നിനക്ക് തോന്നിയാൽ യേശു ചെയ്ത കൃപയെ ഒന്ന് ധ്യാനിച്ച്, കാൽവരി ക്രൂശിനെ ധ്യാനിച്ച്, യേശുവിനെ കുറിച്ച് വചനം പറയുന്നത് സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടു എന്നിട്ടും പാപമില്ലാതെ ഇരുന്നു എന്നാണ്. അപ്പൊ അങ്ങനെ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കാൻ നേരത്ത് ഉറക്കം വരുന്നത് യേശുവിന് മനസ്സിലാവും. കാരണം യേശു അതിൽ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ ആ വാക്യം തെറ്റാ. ഡിസ്ട്രാക്ഷൻ നമ്മളെ പോലെ യേശുവും അനുഭവിച്ചിരിക്കണം. അതുകൊണ്ട് ഡിസ്ട്രാക്ഷൻ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അതിലൂടെ പോകുന്ന ഹാലീസ് കോമറ്റ് എടുത്ത് അവന്റെ ഉച്ചിയിലിടാനല്ല കർത്താവ് പറയുന്നത്. കർത്താവ് അവന് കൂടുതൽ കൃപ കൊടുക്കും. നമ്മൾ നമ്മുടെ വല്യപ്പന്റെ അതേ സ്വഭാവമാണ് കർത്താവിന് ഓർത്തേക്കുന്നത്. അങ്ങനെയല്ല നമ്മുടെ കർത്താവ്. അവന് നമ്മുടെ ബലഹീനതയെ അറിയാം. അപ്പൊ കർത്താവ് പറയാണ്, ആ ബലഹീനത അറിയാവുന്ന ഒരാള് ദൈവത്തിന്റെ സിംഹാസന മുറിക്കകത്ത് നമുക്ക് വേണ്ടി ഉള്ളത് കൊണ്ട് ദൈവത്തിന്റെ അടുത്ത് ധൈര്യത്തോടെ പൊക്കോളാൻ. ഹല്ലേലൂയ.